എടോ, എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ ആവണിക്ക് ശരിക്കും ഒരേ സമയം ആകാംക്ഷയും വെപ്രാളവും തോന്നി. ഇനി സാറിന് തന്നെ ഇഷ്ടമാണോ എന്നാണോ ചോദിക്കാൻ വരുന്നത് എന്നോർത്ത് അവൾ ഒന്നും മിണ്ടിയില്ല. ഡേവിഡ് വീണ്ടും ചോദിച്ചു. എടോ, താനിങ്ങനെ ആലോചിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ, ഞാൻ ചോദിക്കട്ടെ തന്നോട്? വീണ്ടും അവൻ ചോദിച്ചു. അപ്പോൾ അവളൊന്ന് ശരിയെന്ന വണ്ണം തലയാട്ടി. അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരാളോട് ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ചോദിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിക്കാം, ഡേവിഡ് പറഞ്ഞു. തനിക്ക് ഞാൻ കംഫർട്ടാണോ? ആവണിയോട് ചോദിച്ചു ഡേവിഡ്. അത് കേട്ടതും ആവണിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഈശോയെ, ഇതിന് ഞാനിപ്പോൾ എന്താ മറുപടി പറയാ എന്നായിരുന്നു അവളുടെ ചിന്ത. സാർ, എനിക്ക് അത് എന്ന് പറയാൻ തുടങ്ങിയതും ഡേവിഡ് ഇടയിൽ കയറി അവളോട് പറഞ്ഞു. എൻ്റെ പി ആയിരിക്കാൻ തനിക്ക് കംഫർട്ടബിൾ അല്ലേ? ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ന്. അത് കേട്ടപ്പോഴാണ് സത്യത്തിൽ ആവണിക്ക് അവൻ ചോദിച്ചതിൻ്റെ പൊരുൾ മനസ്സിലായത്. ഓഫീസിൻ്റെ അസിസ്റ്റൻ്റ് ആവാനാ, അല്ലാതെ ജീവിതത്തിൻ്റെ പാർട്ട്ണർ ആവാനല്ല ഉദ്ദേശിച്ചതെന്ന്. അവൾക്ക് അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ തന്നെ വീണത്. ഇനി ജീവിതത്തിലെ പാർട്ട്ണറുടെ കാര്യമാണ് ചോദിച്ചതെങ്കിൽ അവൾക്ക് പറയാൻ മറുപടി ഇല്ലായിരുന്നു. അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വിട്ടു. എടോ, പറ, താൻ ഓക്കെ അല്ലേ? ഡേവിഡ് വീണ്ടും അവളോട് ചോദിച്ചു. എനിക്ക് ഓക്കെയാ സർ. പിന്നെ എൻ്റെ കംഫർട്ടബിൾ നോക്കേണ്ട കാര്യമൊന്നും സാറിനില്ലല്ലോ. സാറ് കമ്പനിയിലെ CEO, ഞാനോ വേറൊരു സ്റ്റാഫ്. എന്നിട്ടും സാർ എൻ്റെ കംഫർട്ട് ആണോ എന്ന് ചോദിച്ചില്ലേ? അങ്ങനെയുള്ള സാറോടൊപ്പം വർക്ക് ചെയ്യാൻ ആർക്കാ ബുദ്ധിമുട്ടുണ്ടാവുക? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ സാറെ ഫസ്റ്റ് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് പേടിയാട്ടോ ഉണ്ടായിരുന്നത്, ആവണി ഡേവിഡിനോട് ഉള്ളു തുറന്ന് പറഞ്ഞു. അതെന്തിനാടോ പേടി? ഓ, കടുവ പിടിച്ച് തിന്നും എന്ന് പറഞ്ഞിട്ടാണോ? ഡേവിഡ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഡേവിഡ് അത് പറഞ്ഞതും സത്യത്തിൽ അവളെ ഞെട്ടി. അയ്യോ സാർ, അത് ഈ പേര് സാറിനെങ്ങനെ അറിയാം എന്നാലോചിച്ച് ശരിക്കും അവൾക്ക് അതിശയായി. എടോ, എനിക്ക് ഈ പേര് എങ്ങനെ അറിയാം എന്നാണോ താൻ ആലോചിക്കുന്നത്? ഹലോ, ഞാൻ ഡേവിഡ് മാത്യുവാ. പിന്നെ എനിക്ക് എൻ്റെ ഓഫീസിലെ എല്ലാ കാര്യവും അറിയാം, ഡേവിഡ് പറഞ്ഞു. ആണോ? അപ്പം സാറിന് എല്ലാം അറിയോ? അറിയാലോ. എന്തൊക്കെയാ തനിക്ക് അറിയേണ്ടത്? ഡേവിഡ് ചോദിച്ചു. എൻ്റെ നിങ്ങളിട്ട ഓമന പേര് കടുവ ആണെന്ന് എനിക്കറിയാലോ. പിന്നെ നമ്മുടെ ഓഫീസിലെ പ്രിയയ്ക്ക് തന്നോടുള്ള നല്ല ശതമാനം ഈഗോയെക്കുറിച്ചും അറിയാം. തൻ്റെ അഞ്ജനയും ദീപക്കും തമ്മിൽ നല്ല വഴക്കാന്നറിയാം. പിന്നെ തൻ്റെ അഞ്ജുവിന് എന്നോട് നല്ല ക്രഷ് ഉണ്ടെന്നും എനിക്കറിയാം, ഡേവിഡ് പറഞ്ഞു. ഈശോയെ, ഈ സാറിന് ഇതൊക്കെ അറിയോ? ഞാൻ തന്നെ ഒന്ന് ഫ്രണ്ടിൽ പെട്ടുവല്ലോ. സാർ, അത് ആവണി വിക്കി. എടോ, താൻ വിക്കി വിളരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനെല്ലാം തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ തൻ്റെ അഞ്ജുനോട് പറയാട്ടോ, ഞാനൊരു കുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന്. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. സമയമാകുമ്പോൾ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഞാൻ അവളെ തന്നെ മിന്നി കിട്ടുള്ളൂ. അത് ഉറപ്പിച്ച കാര്യം. അതുകൊണ്ട് വേറെ വല്ല ചെക്കന്മാരെയും ഒന്ന് ലൈനടിക്കാൻ പറ, എൻ്റെ പിന്നാലെ നടന്ന സമയം കളയാതെ. പിന്നെയില്ലേ, എനിക്ക് ഈ കാര്യം അറിയാമെന്നൊന്നും താൻ അവളോട് പറയണ്ട കേട്ടോ. കാരണം ഇനി എന്നെ ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വല്ല സംസാരത്തിൻ്റെ ഇടയിൽ സാർ കമ്മിറ്റഡാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. ശരി സാർ എന്ന് ആവണി പറഞ്ഞു. എന്നിട്ട് അവൾ ഓർത്തു, അഞ്ജുവിനോട് സാറിന് ഇഷ്ടമല്ലെന്നറിയാം, എന്നാൽ സാർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരാ? അത് താനില്ലെങ്കിലോ എന്നോർത്തുള്ള ഒരു കുഞ്ഞു വിഷമം ഉണ്ടായിരുന്നു അവൾക്ക്. കാരണം അത്രത്തോളം ഡേവിഡിൻ്റെ കരുതലും സ്നേഹവും എല്ലാം അവൾ ആസ്വദിച്ചിരുന്നു. എടോ, മഴ ഒതുങ്ങി, നമുക്ക് പോയാലോ? ഡേവിഡ് ചോദിച്ചു. ആവണി എന്ന മൂളയൊക്കെ മാത്രമാണ് ചെയ്തത്. അങ്ങോട്ട് അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഒരു കുഞ്ഞു തുള്ളി പുറത്തേക്ക് വന്നു. സത്യത്തിൽ അവൾക്ക് നല്ല വിഷമമായിട്ടോ. അവൾ കരയാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു.
ഡേവിഡ് ഡ്രൈവിംഗിൻ്റെ ഇടയിൽ ആവണെ ഇമ വെട്ടാതെ നോക്കുന്നുണ്ടായിരുന്നു. എടോ, തനിക്ക് ഇനിയും മനസ്സിലായില്ലേ ഞാൻ സ്നേഹിക്കുന്നത് തന്നെയാണെന്ന് എന്നവൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് വണ്ടി ഓഫായത്. ഡേവിഡ് വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കി, ബട്ട് പറ്റുന്നില്ല. പുറത്ത് നല്ല മഴയും ഇടിയും ഉണ്ടായിരുന്നു. ഡോ, താൻ ഇവിടെ ഇരുന്നോ, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഡേവിഡ് കോട്ട് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവൻ പോയിട്ട് 10 മിനിറ്റ് ആയിട്ടും കാണാതിരുന്നപ്പോൾ അവളും പുറത്തേക്ക് പോയി. നല്ല മഴയായിരുന്നു. ഡേവിഡ് നല്ലോണം നനഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഡോ, താൻ എന്തിനാ ഇപ്പം വന്നേ? ഡേവിഡ് ആവണിയെ കണ്ടപ്പോൾ അവളോട് ചോദിച്ചു. അത് സാറേ നോക്കാൻ ഇറങ്ങിയതാ. കുറേ നേരമായില്ലേ ഈ മഴയത്ത്, നമുക്ക് മഴ പോയ ശേഷം നോക്കാമെന്ന് പറഞ്ഞു ആവണി. ആടോ ശരി, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല, സാർ ഇങ്ങനെ നനയണ്ട, വായോ എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി കാറിലേക്ക് പോയി. പക്ഷേ രണ്ടാളും ആവശ്യത്തിൽ കൂടുതൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആവണിക്ക് നല്ലോണം തണുക്കാൻ തുടങ്ങി. അവൾ കൈകൊണ്ട് ചൂട് പിടിച്ച് കവിളിലേക്ക് വയ്ക്കുമായിരുന്നു. അത് കണ്ടതും ഡേവിഡ് AC ഓഫ് ചെയ്ത് അവൻ ഊരിവെച്ച കോട്ട് അവൾക്ക് നേരെ നീട്ടി. അവൻ കോട്ടൂരി കൊടുത്തതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എടോ, എന്നെ നോക്കിയിരിക്കാതെ ഈ കോട്ടിട് കൊച്ചേ, അവൻ ആവണിയോട് പറഞ്ഞു. സാർ അത് വേണ്ട എന്ന ആവണി പതിഞ്ഞ സ്വരത്തിൽ അവനോടും. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ കേട്ടോ, മര്യാദ കിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇട്ടു തരുവേ എന്ന് ഡേവിഡ് പറഞ്ഞതും അവൾ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കോട്ടെടുത്തിട്ടു. അപ്പോഴാണ് ആവണി അവൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. സാർ എന്താടോ? അത് സാറുടെ കവിളിൽ ഗ്രീസോ എവിടെ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കവിളിൽ ഗ്രീസ് വെച്ച കൈകൊണ്ട് തന്നെ തുടച്ചു. കൂടുതൽ കരി അവൻ്റെ കവിളിലായി. ഷെടാ, ഈ സാറുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞ് അവൻ്റെ കവിളിലെ കൈ അവളുടെ തണുത്ത കൈ കൊണ്ട് തുടച്ചു കൊടുത്തു ആവണി. അവളുടെ തണുത്ത കൈ അവൻ്റെ കവിളിൽ സ്പർശിച്ചതും അവൻ്റെ കണ്ണ് ഒന്നടഞ്ഞു. എന്നിട്ട് അവൻ കണ്ണ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിനെയാണ്. ആ തണുത്ത് വിറയ്ക്കുന്ന ആ ചുണ്ടിലേക്ക് ഇത്തിരി ചൂട് പകരാൻ വേണ്ടി അവൻ്റെ ചുണ്ട് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അത് അവൻ്റെ നിയന്ത്രണമില്ലാതെ അവളുടെ അടുത്തേക്ക് ചലിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അവൻ്റെ കണ്ണ് പോകുന്നത് തൻ്റെ ചുണ്ടിലേക്കാണെന്ന് ആവണിയും തിരിച്ചറിഞ്ഞു. അവൾക്ക് എതിർക്കാനായില്ല അവൻ്റെ നോട്ടം താങ്ങാനും. അവൾ ഒരു നിമിഷം സ്വയം മറന്നു നിന്നുപോയി. അവർ കൂടുതൽ അടുത്തു. അവൻ്റെ കൈ അവളുടെ മുഖം ചേർത്തു പിടിക്കാൻ പോയതും പെട്ടെന്ന് തന്നെ ഒരു ഇടിവെട്ടി. അപ്പോഴാണ് അവർക്ക് അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ബോധം വന്നത് തന്നെ. അവൾക്കാകെ ചമ്മലായി. അവർ പെട്ടെന്ന് തന്നെ അകന്നു മാറി. എന്നിട്ട് പരസ്പരം ഒന്ന് നോക്കി. അപ്പോൾ ഡേവിഡിൻ്റെ മുഖത്ത് ആ ചമ്മലൊക്കെ മാറി ഒരു കുഞ്ഞു ചിരി വിടർന്നിരുന്നു. അതവൾ ശ്രദ്ധിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, സാറ് പറഞ്ഞ പെൺകുട്ടി താനാണെന്ന്. രണ്ടാളുടെയും പ്രണയം രണ്ടാളും മനസ്സിലാക്കിയ പോലെയായിരുന്നു അവരുടെ നോട്ടം. ഒരു കുഞ്ഞു നോട്ടം. എടോ, എന്നാൽ നമുക്കിനി യാത്ര തുടങ്ങിയാലോ ഒരുമിച്ച്? അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളോട് ചോദിച്ചു. അവളൊന്ന് ചിരിച്ചു. ജീവിതത്തിൻ്റെ യാത്ര തുടങ്ങിയാലോ എന്നാ അവൻ ചോദിച്ചതെന്ന് അവൾക്ക് തോന്നി. താൻ ഓക്കെ ആണ് സാർ എന്നവൾ പറഞ്ഞു. ഡേവിഡ് അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് സ്റ്റീരിയോയിലെ സോങ് വീണ്ടും പ്ലേ ചെയ്തു. അങ്ങനെ അവരുടെ പ്രണയം വീണ്ടും പൂത്തുലയാൻ തുടങ്ങി. ഓരോ ദിവസങ്ങൾ കൂടുന്തോറും അതിൻ്റെ ആഴം കൂടിക്കൂടി വന്നു. അവരുടെ നോട്ടങ്ങൾ തന്നെ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പാട്ടിനോടൊപ്പം ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ, ഓരോ വിജനവനിയും നിറയെ കനികൾ ചൂടും, ഇനി നീട്ടുമോ കരങ്ങളിൽ.